ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ പെരട്ടാണ്. നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും ഈ ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടൊരു മെത്തേഡിലാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുവയ്ക്കാലോ. ഞാനിവിടെ 3/4 കിലോളം ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് നമുക്ക് ഇനി ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് എടുത്തേക്കുന്നത്. ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1.5 സ്പൂൺ വറ്റൽമുളക് ചതച്ചതാണ്. ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കുറച്ച് അധികം തന്നെ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ രമ്പയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലയൊക്കെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ പെരട്ടിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയിലേക്ക് കടുക് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് രമ്പയില കിട്ടുന്നെങ്കിൽ അതോടെയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആദ്യത്തെ 10 മിനിറ്റ് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ രമ്പയില എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയണമെന്നില്ല. നമ്മുടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്നൊരു ഇലയാണ്. മറ്റ് സ്ഥലങ്ങളിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഇട്ടാൽ നല്ലൊരു മണവും അതുപോലെ നല്ലൊരു ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ ചിക്കൻ പെരട്ടിന് ഉപയോഗിക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ ചതച്ച വറ്റൽമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ചതച്ച വറ്റൽമുളക് ചേർക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അതൊക്കെ ചേർത്ത് കൊടുക്കുക. അത് മാത്രമല്ല, ഞാൻ ഗരം മസാല അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 20-25 മിനിറ്റ് എങ്കിലും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയ കണ്ടില്ലേ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ചിക്കൻ്റെ വേവ് അനുസരിച്ചിരിക്കും കേട്ടോ. 20 മിനിറ്റ് ആണോ 25 മിനിറ്റ് ആണോ, അതൊക്കെ നിങ്ങളുടെ ചിക്കൻ്റെ വേവ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. വളരെ എളുപ്പമാണ്, നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലൻ ടേസ്റ്റാണിത്. അത് മാത്രമല്ല, നമുക്കിപ്പോൾ സവാളയുടെയോ തക്കാളിയുടെയോ ഒന്നും ആവശ്യമൊന്നുമില്ല ഇതുണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.